ഇത് മുങ്ങുകില്ല സാർ, ഇത് ഉലയുകില്ല സാർ. കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഓടിക്കാൻ പ്രാപ്തിയുള്ള ഏക കപ്പൽ എന്ന് പറയപ്പെടുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഒരു കപ്പൽ ഓടിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് കേരളത്തിൽ നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് എന്താണ് ആവശ്യം? അടിയാണ്, ബഹളമാണ്, തർക്കമാണ്, വഴക്കാണ്, ആരോപണങ്ങളാണ്. അവർക്ക് ആവശ്യം ഇത് വികസനം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഊരകത്ത് BJPയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു പോലീസ് കാവൽ വരേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് പോലീസിന് വരേണ്ടി വരുന്നത്? സാഹചര്യങ്ങളെ സങ്കീർണമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരുടെ ജീവിതശൈലികൾ അല്ലെ അവരുടെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് പോകുന്ന ആ ജീവിതശൈലിക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആ നിലയിലേക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ആശയമാണത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ്ട. അവരിടുന്ന അരിമണികളിലേക്ക് കടിക്കാൻ പോകേണ്ടവരല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഡെവലപ്മെന്റ് പൊളിറ്റിക്സ്. വികസനം ചർച്ച ചെയ്യാൻ വരുമ്പോൾ ആ വികസനത്തിനപ്പുറത്തേക്ക് ഈ നാടിനകത്ത് ഒരു വലിയ യുദ്ധമുണ്ട്, അല്ലെ യുദ്ധമുണ്ടാക്കണം, അടിയുണ്ടാക്കണം, ബഹളമുണ്ടാക്കണം, ചെറുപ്പക്കാരും തമ്മിൽ വേറെ വിഷയങ്ങളിൽ തർക്കമുണ്ടാകണം എന്നുള്ള അജണ്ട ഒരു വക്കീൽ ബുദ്ധിയിൽ ഉപദേശിക്കുമ്പോൾ അതിനെ കടിക്കാനല്ല നമ്മൾ വാശി പിടിക്കേണ്ടത്. മറിച്ച് നമ്മൾ കൃത്യമായി തന്നെ ആ വികസന കേരളത്തെക്കുറിച്ചുള്ള വികസിത മണലൂരിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്തുകൊണ്ടാണ് മണലൂരിലെ ജനപ്രതിനിധിയായ MLA ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? നമ്പർ 1, എവിടെയാണ് അങ്ങ് പരാജയപ്പെടുന്നത്? അങ്ങ് CPMന്റെ പ്രതിനിധിയാണ്, CPMന്റെ പാർട്ടി മെമ്പറാണ്, അംഗീകരിക്കുന്നു. അത് അങ്ങയുടെ എല്ലാവിധ തരത്തിലുള്ള ബഹുമാനത്തോടു കൂടി പറയട്ടെ, അങ്ങയുടെ അവകാശമാണ്, അത് നിങ്ങളുടെ റൈറ്റുമാണ്, അതിലൊന്നും വിരോധമില്ല. പക്ഷേ ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്ന ഒരു അധികാര സംവിധാനത്തിൽ താങ്കൾ വരുമ്പോൾ ആസ് എൻ MLA ഓഫ് മണലൂർ താങ്കൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിനെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾ നിറവേറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാണ് ഞങ്ങൾ വിവിധ തരം മീറ്റിംഗുകളിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. സർ, ചോദിക്കട്ടെ, ഏറ്റവും പൗരന് ആവശ്യമായിട്ടുള്ള പ്രധാന വിഷയം, ആ വിഷയത്തിൽ ഒന്നാണല്ലോ സഞ്ചരിക്കാനുള്ള അവകാശം. ആ സഞ്ചരിക്കാനുള്ള അവകാശം പരിപൂർണമായി നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സർ, കാഞ്ഞാണി മുതൽ ഇങ്ങോട്ടുള്ള റോഡ് എത്ര വർഷം വാഹനങ്ങൾ പോവാൻ സാധിക്കാതെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലുണ്ടായി. ഇത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നതാണോ? ഇതിനെ ഞങ്ങൾ വികസനമെന്ന് വിളിക്കണോ അതോ വികസന മുരടിപ്പെന്ന് വിളിക്കണോ? താങ്കൾക്ക് എന്തിനാണ് ഞങ്ങളുടെ ദേഷ്യം വരുന്നത്? ഗൂഢാലോചന നടത്തി ഇതിന്റെ ടൈപ്പിനെ മാറ്റിക്കൊണ്ടുപോകാനല്ലോ നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ 5 വർഷം ഈ നാടിനെ സേവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ബഹുമാനം കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കൃത്യമായിട്ടുള്ള ബോധ്യത്തോടുകൂടി നാടിനകത്ത് ക്രിയാത്മക പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഈ നാടിന് നിങ്ങൾക്കെതിരെ സമരങ്ങൾ ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഈ നാടിന് നിങ്ങൾക്കെതിരെ കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങൾ ഈ നാടിന്റെ സ്വത്തായി മാറുമായിരുന്നല്ലേ. അത് നിങ്ങൾക്ക് സാധിക്കാതെ ഫ്ലക്സുകളിലാണ് ജീവിതമെന്ന് നിങ്ങൾ കണ്ടിടത്താണ് നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് വ്യക്തിപരമല്ലല്ലോ, അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഫാക്ട്. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളോടൊരു സ്നേഹം വേണം. രണ്ടാമത്തെ കാര്യം, മുല്ലശ്ശേരി അടങ്ങുന്ന, കണ്ടാനശ്ശേരി അടങ്ങുന്ന, മണലൂരടങ്ങുന്ന, വാടാനപ്പള്ളി അടങ്ങുന്ന, ചൂണ്ടപ്പഞ്ചായത്ത് അടങ്ങുന്ന, തൈക്കാട് അടങ്ങുന്ന, എളവള്ളി അടങ്ങുന്ന, അരിമ്പൂരടങ്ങുന്ന പഞ്ചായത്തുകളുടെ ഒരു ശൈലിയാണല്ലോ മണലൂർ നിയോജകമണ്ഡലം. ആ മണലൂരിൽ, അരിമ്പൂരിൽ താങ്കൾക്കെതിരെ പ്രതിഷേധം വരുന്നില്ലേ? വാടാനപ്പള്ളിയിലും മണലൂരിലും താങ്കൾക്കെതിരെ പ്രതിഷേധം ഉയരുകയല്ലേ? വെങ്കിടെങ്കിൽ താങ്കൾക്കെതിരെ പ്രതിഷേധം ഉയരുകയല്ലേ? മുല്ലശ്ശേരിയിൽ താങ്കൾക്കെതിരെ, താങ്കളുടെ മണ്ണിൽ താങ്കൾക്കെതിരെ പ്രതിഷേധം ഉയരുകയല്ലേ? എളവള്ളിയിൽ, പാവർത്തിയിൽ
കണ്ടാനിശ്ശേരിയിൽ, തൈക്കാടിൽ, ചൂണ്ടൽ പഞ്ചായത്തിൽ 10ഓളം സ്ഥലങ്ങളിൽ ഒരു സംശയലേശമന്യേ താങ്കൾക്കെതിരെ ഒറ്റക്കെട്ടായി എന്തുകൊണ്ട് പ്രതിഷേധം ഉയർന്നു എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ടേ? പാരീസ് റോഡ് ഞങ്ങൾ മറക്കണം. കണ്ടാനിശ്ശേരി പഞ്ചായത്തിനകത്തെ പാരീസ് റോഡ് നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. നിങ്ങൾ നോക്ക്, ഇന്നും 5 വർഷമായിട്ട് ദുരിതം മാറിയിട്ടില്ല. ഇതേപോലെയുള്ള നിരവധി ബോട്ടുകൾ ആ പാരീസ് റോഡുകളിൽ കുട്ടികളിട്ട് കളിക്കുകയാണ്. മഴക്കാലത്ത് എന്തടിസ്ഥാനത്തിൽ? സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും കൈകാര്യം ചെയ്യാൻ അവനവന് പ്രാപ്തിയില്ലെങ്കിൽ അവനവന്റെ വേട്ടപ്പിള്ളേരെ വെച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനല്ല മുടുക്ക് കാണിക്കേണ്ടത്, മറിച്ച് അത് നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത് മാന്യനായി പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടെന്നുള്ള ബോധ്യം സമൂഹത്തിന് കാണിച്ചു കൊടുക്കലാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, എല്ലാറ്റിന്റെയും പേരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ വരുന്ന സമയത്ത് നിങ്ങളോടല്ലാതെ ആരോട് ചോദിക്കുന്നു? എന്നെ നല്ലൊരു പരിപാടിക്ക് ഒരാളെ വിളിച്ച സമയത്ത് ഞാൻ സൗകര്യമുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് വന്നു, ജാട 3 കുത്ത്, യു ക്യാൻ ഷിൽ എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ച ജാട ആണെന്ന് ആ ഭാഷ എനിക്ക് മൈക്കിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ജാടയുണ്ടായതുകൊണ്ട് കാര്യമില്ല, ജാടയുണ്ടായതുകൊണ്ട് കാര്യമില്ല. 3 അക്ഷരമുള്ള ചുവപ്പ് ബോർഡും വെച്ച് വാഹന യാത്ര നടത്തിയതുകൊണ്ടും കാര്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എന്തുപകാരം? ഈ നാടിനകത്ത് താങ്കൾ അധികാരത്തിൽ വന്ന് 10 വർഷം കഴിയുന്ന സമയത്ത് അന്നും ഇന്നും ഇവിടത്തെ ജനങ്ങളുടെ ജീവിത ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? താങ്കളുടെ തലച്ചോറിൽ ഉദിച്ച പദ്ധതിയുടെ ഭാഗമായി ഈ നാടിനകത്ത് 1000 ചെറുപ്പക്കാർക്ക്, 1000 അമ്മമാർക്ക്, 1000 യുവാക്കൾക്ക്, 1000 യുവതികൾക്ക് ജോലി കൊടുക്കുന്നു. എന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ദിസ് ഇസ് മൈ പ്രൊജക്ട് എന്ന് പറഞ്ഞ് ഈ നാടിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള വേതന വ്യവസ്ഥ അടിസ്ഥാനത്തിനകത്ത് മാസശമ്പളം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു 10,000 പേർക്ക് 10 പഞ്ചായത്തുകളിൽ ജോലി കിട്ടുന്ന രീതി നിങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കാം നിങ്ങൾക്ക് കയ്യേ. സാധിക്കൂ നിങ്ങൾക്ക് അത് വിളിച്ചു പറയാൻ? നമുക്ക് ചോദ്യം ചെയ്യണ്ടേ? തെരുവ് നായകൾ, ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സമയത്ത് അക്കമിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്. തെരുവ് നായകൾ ഞങ്ങളുടെ കുറ്റ BJP ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കുന്നതല്ലോ. ആ തെരുവ് നായകൾ കുരച്ച് ബുദ്ധിമുട്ടിക്കുമ്പോ, കടിച്ചു ബുദ്ധിമുട്ടിക്കുമ്പോ, പേടിപ്പിക്കുമ്പോ, ഭയപ്പെടുത്തുമ്പോ, മക്കളുടെ മേത്തേക്ക് അത് ചാടിക്കയറുമ്പോ MLA ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രാപ്തിയില്ലായ്മ എന്നല്ലാതെ ഏത് വാക്കിട്ട് ഏത് പേരിട്ട് നമ്മൾ അതിനെ വിളിക്കണം? അത് ചോദ്യം ചെയ്യുന്നത് തെറ്റാ? ആ ചോദ്യം ഒരു ചെറുപ്പക്കാർ ഉയർത്തുന്നത് ശരിയല്ല. നിങ്ങൾ ആ കാര്യത്തിന് മറുപടി പറയണം. ഏത് കാര്യമാണ് നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തിന്റെ കാര്യത്തിൽ റേഷൻ കൃത്യമായി കൊടുത്തോ? നിങ്ങൾ കൊടുത്തത് എന്താണ്? പുതിയൊരു സാധനം. എന്താ? പുതിയൊരു മദ്യത്തിന്റെ പേര് പറയാൻ ലോട്ടോ വെച്ചിരിക്കുന്നു. എന്നിട്ട് മദ്യത്തിന്റെ പേര് കണ്ടെടുത്തു. എന്താ? ഇടിവാള് മാജിക്കോ? അല്ല സോറി, അത് അങ്ങേ കളിയാക്കാൻ പറ്റുന്നത് മിന്നൽ മാജിക്. മിന്നൽ മാജിക് എന്ന ഒരു പേരിട്ട് പുതിയ സാധനമാണ്. കേരളത്തിന്റെ അകത്ത് പ്രബുദ്ധ മലയാളികൾ ഇന്ന് മദ്യത്തിന് പേരിടാൻ വരി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. രാഷ്ട്രീയ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ശരിപക്ഷമെന്ന് ഇവർ വ്യാഖ്യാനിക്കപ്പെടുന്ന പക്ഷമെന്ന് പറയുമ്പോൾ അതിന്റെ ജനപ്രതിനിധിയെ കൃത്യമായി നമ്മൾ എതിർക്കില്ലേ?